ഹലോ ഗായ്സ്, വെൽക്കം ടു ട്രോപ്പിക്കൽ ഒപ്പി യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് മൈൻക്രാഫ്റ്റിൽ ഒരു ലാവ ഫാം ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഒരു നല്ലൊരു ലാവ ഫാം ഉണ്ടാക്കുന്നതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ മൈൻക്രാഫ്റ്റിൽ ഒരു ഇച്ചിരി നമുക്ക് ആവശ്യം വന്ന ഒരു സാധനം തന്നെയാണ് ഈ ലാവ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്നത് ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ലാവ കിട്ടും. ഫാം വെച്ചാൽ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ലാവ കിട്ടും. അൺലിമിറ്റഡ്. അപ്പൊ നമുക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ലെറ്റ്സ് ബിഗിൻ. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഇതിന് ആവശ്യമുള്ളത് ലാവ ബക്കറ്റ്സ്. ലാവ നമുക്ക് ഇതിനകത്ത് വേണം. കോൾഡ്രോൺ വേണം. കോൾഡ്രോൺ ഇവിടെ ക്രീപ്പർ പൊട്ടിക്കാൻ നല്ലൊരു ഏരിയ വേണം. ഇവിടെ വെക്കാം. ഇതൊക്കെ നമ്മുടെ ആവശ്യം വെച്ച് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ കേട്ടോ. ഇത് ഇപ്പൊ നിങ്ങളെ ഇത് കാണിച്ചു എന്തെങ്കിലും പറയാൻ കാണിക്കാൻ പോകും. ഓക്കെ, റെഡി റെഡി. നമുക്ക് ഇത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഇത് ഇങ്ങനെയൊന്നുമില്ല, ഇങ്ങനെ ഇത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അല്ലാണ്ട് ഈ 4x4 ഈ രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അങ്ങനെയൊന്നുമില്ല. നമുക്കിത് നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. പിന്നെ ഫോണിനൊരു ലാഗ് ഉണ്ട്, അതങ്ങനെ മൈൻഡ് ആക്കുന്നുണ്ട്. അതൊരു ചാറ്റം ഞാനിത് ഇവിടെ വെക്കാം. എന്നാണ് പറഞ്ഞത് എന്തായാലും നീട്ടാൻ കൊള്ളുക പ്ലീസ്. ഇങ്ങനെ ഈ സാധനം ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ഇരിക്കും. ഇത് നമുക്ക് നമ്മൾ ആവശ്യമനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്യാനൊക്കെ പറ്റും. അയ്യോ നൈറ്റ് ആയ പണ്ടാരം. ഇവിടെ എന്ന് പറയുമ്പോൾ ഭയങ്കര മോബ് സ്പോണിങ് ഭയങ്കരമായിട്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മോബ് സ്പോണിങ്ങിന്റെ ആ ഒരു ശല്യം കാരണം എന്നിട്ട് അത് കഴിഞ്ഞ് നമുക്ക് ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഇത് കോബൾ ഡീറ്റെയിൽ കേട്ടോ ഞാൻ ഈ സംഭവം ചെയ്യണത്. നിങ്ങൾക്ക് ഇതുമേ തന്നെ ചെയ്യണമെങ്കിൽ ഇച്ചിരി ബെറ്റർ എന്ന് ഞാൻ പറയുള്ളൂ. എന്നുവെച്ചാൽ ഇതെന്ന് പറയുമ്പോൾ ലാവ ഡ്രോപ്സ് ആണ്. ഈ ഡ്രിപ്പ് സ്റ്റോണും വെക്കും. അപ്പൊ ഡ്രിപ്പ് സ്റ്റോൺ വെക്കുമ്പോൾ അതിന്റെ അടിയിൽ നിന്ന് ലാവ ഇങ്ങനെ ഡ്രോപ്സ് ആയിട്ട് വീഴാനുള്ളൊരു സെറ്റപ്പ് ചെയ്ത് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. ക്രീപ്പർ വല്ല അടുത്ത് വന്ന് പൊട്ടിത്തെറിച്ച ഉണ്ടാക്കി മൊത്തം പോയി. പിന്നെ നൈറ്റ് സ്കിപ്പ് ചെയ്യണം. ഞാൻ ഈ ഫ്രെയിം ഉണ്ടാക്കിയിട്ടത്. അയ്യോ അതാണ് അടുത്തത്. പിന്നെ ഇതേ ഇപ്പൊ തന്നെ മോപ്സ് ഫോണായി. അടുത്തത് ചേടാ ഇച്ചിരി മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട്. അത് മോപ്സ് ചേടാ ഇതിന്റെ അകത്ത് വന്നു. ഇവിടെ എല്ലാം അവിടെ കൂടിയിരിക്കണല്ലോ. ഒന്ന് പോവോ? നടക്കത്തില്ല പണ്ടാര. ഇത് തലക്ക് പ്രാങ്കടിപ്പിക്കേണ്ടത്. അത് എനിക്ക് കഴിയതിനും അടിക്കാൻ ഡയമസോടെ എന്താ വേണ്ട കാര്യമില്ല. അയ്യോ ഇവിടെ തന്നെ വന്നിരിക്കുന്നു. ഇതിനാണ് എന്നെ ശക്തി എങ്കിലും കിടക്കാൻ പറ്റി. കിടന്നിട്ട് കാര്യം എങ്ങനെ കിടന്ന് ഇത് രക്ഷയില്ലായിരുന്നു. മോബ്സ് എല്ലാം കൂടി പുറത്ത് മറ്റേ ഓ എനിക്ക് വിശക്കണേ. എല്ലാം തെറ്റിയാണ്.
നമ്മൾ ഇത് ലാസ്റ്റ് നമ്മൾ അവിടെ നിന്ന് ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഈ കോഡ്രം വെച്ചിട്ട് ഒരു 2 ബ്ലോക്ക് ഹൈറ്റിൽ വേണം ഈ സംഭവം ചെയ്യാൻ. ഇത്ര ഒരു ഹൈറ്റ് വേണം ഈ സാധനം ഇങ്ങനെ എന്നിട്ട് വേറെ സെറ്റ് പോയി. അതിനു വേണ്ടി നമുക്ക് ഇതിന്റെ ഈ സൈഡിലും കൂടി സെറ്റപ്പ് ഉണ്ട്. ഇങ്ങനെ ഇത് വെക്കണം എന്നുവെച്ചാൽ മീൻസ് ഇത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ലാവേനെ ഇത് ഹോൾഡ് ചെയ്യണം. കാരണം ലാവ ഇതിൻ്റെ അകത്ത് നമ്മൾ ലാവ ഇടും. ഇപ്പൊ ലാവ ഇടുമ്പോൾ അത് താഴെ വീണാൽ സംഭവം ആവണം. ഇപ്പൊ ലാവേനെ ഇത് ഹോൾഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ സൈഡിൽ ഇത് വാൾസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. എനിക്ക് ലാവ താഴെ വീണേ അർത്ഥമൊന്നും ഇല്ല. താഴെ വീണാൽ പിന്നെ എനിക്ക് പാവനെ കണ്ടിട്ട് ഇത് മാക്സിമം സ്പീഡാണ്. ശരി ഫോൺ ലാഗാണ്. ഓക്കെ ഇതിങ്ങനെ ഒരു സെറ്റപ്പ് കൂടെ വരും. പിന്നെ ഇതിൻ്റെ അകത്തും കൂടി നമുക്ക് ഇതേപോലെ അകത്തും ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ തീരുന്ന വിഷയമാണ് ഈ സംഭവം ഇച്ചിരി ഇങ്ങനെ ടൈപ്പ് ചെയ്തിരിക്കും. ഇങ്ങനെ ഒരു രീതിക്ക് ഇങ്ങനെ ഇരിക്കും. ചെറിയ ഡാമേജ്. ഇനി നമുക്ക് വേണ്ട ഡ്രിപ്പ് സ്റ്റോൺ ആണ്. ഈ അടുത്ത് നമുക്ക് ഇതുപോലെ ഇവിടെ ഡ്രിപ്പ് സ്റ്റോൺ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഇവിടെ ഡ്രിപ്പ് സ്റ്റോൺ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഓ ഞാൻ ഇതുണ്ടായി കോഡ്രം പ്രൈസ് കൊടുക്കാം. ഓക്കെ ഇങ്ങനെ ഞാൻ ഡ്രിപ്പ് സ്റ്റോൺ പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഈ ഡ്രിപ്പ് സ്റ്റോൺ പ്ലേസ് വെച്ചാൽ ലാവ ഈ ഡ്രോപ്സ് ആയിട്ട് ഇത് ഇതിൻ്റെ അകത്ത് വീഴാനായിട്ടാണ് ഈ ഡ്രിപ്പ് സ്റ്റോൺ ഉണ്ടായത്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടോ ഇതുപോലെ ഡ്രോപ്സ് പോലെ ലാവ ഈ കോഡ്രോൺസ് വീഴും. കോഡ്രോൺസ് നമുക്ക് ബക്കറ്റ് വെച്ച് നമുക്ക് ഇത് എടുക്കാം. ഇതാണ് എൻ്റെ മെയിൻ സംഭവം. ഇതാണ് ഇനി ആണ് മെയിൻ സ്റ്റെപ്പ്. ഇത് ലാവ ബക്കറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കണം. ചെറിയ വീടാണ്. ഇത് ഞാൻ ഈ ഡ്രിപ്പ് സ്റ്റോൺ നിങ്ങൾ ക്രിയേറ്റീവ് സിറ്റി എടുക്കാന്ന് വിചാരിക്കരുത്. ഇത് ഞാൻ മൈൻ ചെയ്തിട്ടത് മൈൻ ചെയ്തിട്ട് അടിയിൽ ഞാൻ മൈൻ ചെയ്തിട്ട് ലാവ ബക്കറ്റ് വെറുതെ ഇനി ബക്കറ്റ് ഇരുന്ന് പൊടി വേണ്ട ലാവ ഇത്ര മതിയാവുന്നതാണ് ഒരു വിശ്വാസം. ഈ ലാവ ബക്കറ്റ് നമ്മൾ ഈ ലാവ ബക്കറ്റ്
ഓക്കെ ഗൈസ്. അതെ, ഇത് ഇങ്ങനെ കണ്ട ഇപ്പൊ തന്നെ നമ്മുടെ ഒരു കോളർ നടക്കണ്ട. ഇങ്ങനെയാണ് ഈ സംഭവം. എന്നിട്ട് നമുക്ക് ഇത് വെച്ച് ഇവിടെ ഇങ്ങനെ നിന്ന് ഇങ്ങനെ നിന്ന് ഇവിടെ ഇടാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് ഈ സംഭവം. ലാവ ഫാം. ഏകദേശം നമുക്ക് അൺലിമിറ്റഡ് ലാവ എടുക്കാൻ പറ്റും. അതാണ് എൻ്റെ ഏറ്റവും പറയുന്നത്. അൺലിമിറ്റഡ് ലാവ എടുക്കാൻ പറ്റും. ഞങ്ങൾക്ക് ലിമിറ്റ്സ് ഒന്നുമില്ല. ലാവ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. നോ ലിമിറ്റ്സ്. ഇങ്ങനെയാണ് ഈ സംഭവം. ഓക്കെ ഓക്കെ ഗൈസ്, അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ സബ് ചെയ്യുക, ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.